ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു കപ്പ വട. അതിലിപ്പോൾ 1/2 കിലോ ചീനി, പിന്നെ ഒരു സവാള, വേപ്പില, ഇഞ്ചി, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇത് വറുക്കാനുള്ള എണ്ണ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ചീനി ചെറുതായിട്ട് മുറിച്ചിട്ട് ഒന്ന് പുഴുങ്ങി ഉടച്ചെടുക്കണം. ഉപ്പിട്ട് പുഴുങ്ങി ഉടച്ചെടുക്കണം. ബാക്കി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. അതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. അപ്പോൾ ചീനി ഉപ്പിട്ട് പുഴുങ്ങി പൊടിച്ചു വെച്ചിരിക്കുക. ബാക്കി സവാള ഇതെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുക. സവാള, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, ഉപ്പ് ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് ഒരിച്ചിരി കുറവാണ്. അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ കുഴക്കുമ്പോൾ ഇതിൽ നിന്ന് കുറച്ചുകൂടെ ഉപ്പിടാം. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയണത് ഇതെല്ലാം ഇതിലിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക, ഇച്ചിരി കൂടെ ഉപ്പിടുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പായോ എന്നുള്ളതൊന്ന് ടേസ്റ്റ് ചെയ്യുക. പിന്നെയാണ് ബാക്കി പ്രൊസീജിയർ. തൽക്കാലം ഒരു 1/4 ടീസ്പൂൺ ഉപ്പിടാം. അത് കഴിഞ്ഞ് ഉപ്പ് പോരെങ്കിൽ നമുക്ക് എൻഡിൽ പിന്നെ ഇടാവുന്നതേ ഉള്ളൂ. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുഴക്കണം. അപ്പോൾ നമ്മൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കും. ഇനി ഇത് ചെറിയ ബോൾസ് ആക്കാം. അതുപോലെ തന്നെ എരിവ് പോരാന്നുണ്ടെങ്കിൽ ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്താൽ മതി. അപ്പോൾ വേറൊരു ഗുണവും കൂടെ ഉണ്ട്, ഇച്ചിരി കൂടെ കളർ കിട്ടും. അപ്പോൾ ആദ്യം അത് ഇതുപോലുള്ള കൊച്ചു ഉരുളകളാക്കുക. എന്നിട്ട് വടയുടെ, നമ്മുടെ പരിപ്പ് വടയുടെ ഷേപ്പിൽ ആക്കിയെടുക്കുക. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊന്ന് ശരിക്കും ഉരുട്ടിയിട്ട് നമ്മൾ ഈ പരിപ്പ് വടയുടെ അത് കൂടുതൽ തിന്നാക്കിയാൽ വളരെ ക്രിസ്പി ആകും. അത്രയും ക്രിസ്പി ആകണ്ടെങ്കിൽ ഈ പരുവത്തിലെടുത്താൽ മതി. ഈ പരുവത്തിൽ കുറച്ചുകൂടെ ഒന്ന് അമുക്കി കൊടുത്തു കഴിഞ്ഞാൽ വറുത്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മളിതിൽ വേപ്പില ഇടുമ്പോൾ അതും നല്ലപോലെ അരിഞ്ഞ് ചേർക്കണം. അല്ലെങ്കിൽ വലിയ വേപ്പിലയാണെങ്കിൽ ഇത് വട പൊട്ടിപ്പോകാനുള്ള സാധ്യതയാണ്. ആദ്യമായിട്ട് വറുക്കാനുള്ള എണ്ണ ഇച്ചിരി കൂടുതൽ വേണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡീപ്പ് ഫ്രൈക്കാണ്. അപ്പോൾ എണ്ണ ചൂടായെന്ന് നോക്കാനായിട്ട് നമ്മളൊരു കൊച്ചു കഷ്ണം അതിലോട്ടിടുക. കൊച്ചു കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ പൊങ്ങി വരികയാണെങ്കിൽ എണ്ണ ചൂടായി. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, അത് ഉടനെ പൊങ്ങി വന്നിട്ട്. അപ്പോൾ ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ഈ വട ഓരോന്ന് പിറക്കി അതിലോട്ടിടുക. അപ്പോൾ അത് ആദ്യം അടിയിൽ പോയി കിടക്കും. കുറച്ച് കഴിയുമ്പോൾ അത് പൊങ്ങി വരും. കുറേശ്ശെ ഇടുക. കളർ ചേഞ്ച് ആയിട്ട് വേണം നമ്മൾ മറിച്ചിടാൻ. അല്ലാതെ നമ്മൾ ഇപ്പോഴേ കയറി മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ പൊട്ടിപ്പോകും. പിന്നെ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടാവുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഭാഗം വേഗത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ ഉള്ളിയൊക്കെ വേകാനുണ്ട്. കപ്പ പിന്നെ വെന്തതാണെന്ന് കൂട്ടാം. മീഡിയം ഫ്ലെയിമിൽ ഇടുക. ഇനി ഇതൊന്ന് മറിച്ചിടണം. അപ്പോൾ ഇതാണ് നമ്മുടെ വടയുടെ ഇപ്പോഴത്തെ കളർ.
ഇനി നമുക്ക് കളറ് കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിൽ ഇതിൽ മുളക് പൊടി മറ്റേ പച്ചമുളക് കുറച്ചിട്ട് ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വടയുടെ കളറ് കുഴപ്പമില്ല, മുളക് പൊടിയൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നമ്മുടെ കപ്പവട റെഡിയായി. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.